Hi friends, Unique Destination YouTube channel like എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് combustion in IC engines. അതിൽ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് SI എഞ്ചിന്റെ combustion ആണ്. Combustion process in SI engines. SI engines എന്താണെന്ന് നമ്മൾ ആദ്യമേ തന്നെ ഡിസ്കസ് ചെയ്തതാണ്. SI എന്ന് പറഞ്ഞാൽ spark ignition engines. ജനറൽ ആയിട്ട് പറഞ്ഞാൽ പെട്രോൾ എഞ്ചിൻസ് ആണ് SI engines. അപ്പോൾ ഒരു SI എഞ്ചിനിലെ combustion പ്രോസസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിന് മുമ്പ് എന്താണ് കമ്പസ്റ്റൻ എന്ന് നമുക്ക് നോക്കാം. കമ്പസ്റ്റൻ എന്ന് പറഞ്ഞാൽ ഫ്യൂവലിലുള്ള, അതായത് ഇന്ധനത്തിലുള്ള കാർബണും ഹൈഡ്രജനും എയറിലുള്ള ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് എനർജി ലിബറേറ്റ് ചെയ്യും. ആ പ്രോസസ്സിനാണ് നമ്മൾ കമ്പസ്റ്റൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോസസ്സ് വഴിയാണ് IC എഞ്ചിനിൽ നമുക്ക് എനർജി, അതായത് ഹീറ്റ് എനർജി ലിബറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് കമ്പസ്റ്റൻ. ഓക്കെ, ആ കമ്പസ്റ്റൻ എങ്ങനെയാണ് ഒരു SI എഞ്ചിൻ നടക്കുന്നതെന്നാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് കമ്പസ്റ്റൻ ഫിനോമിന. ഇത് പ്രപ്പോസ് ചെയ്തത് റിക്കാർഡോ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. റിക്കാർഡോ അദ്ദേഹമാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടത്തുകയും അതുപോലെ തന്നെ എങ്ങനെയാണ് കമ്പസ്റ്റൻ പ്രോസസ്സ് നടക്കുന്നതെന്ന് പറഞ്ഞതും അദ്ദേഹമാണ്. അപ്പോൾ നമുക്ക് നോക്കാം നോർമൽ കമ്പസ്റ്റൻ. കമ്പസ്റ്റൻ നമുക്ക് രണ്ടായിട്ട് പറയാം, നോർമലും അബ്നോർമലും ഉണ്ട്. അബ്നോർമൽ നമ്മൾ ഇനിയുള്ള വീഡിയോസിൽ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ആദ്യം നമ്മൾ നോർമൽ കമ്പസ്റ്റൻ പഠിക്കണം. അപ്പോൾ നോർമൽ കമ്പസ്റ്റനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ തിയറി പ്രകാരം ഒരു കമ്പസ്റ്റൻ നടക്കാനായിട്ട് അത്യാവശ്യമായിട്ട് വേണ്ടത് ഒന്ന് കത്താൻ റെഡി ആയിട്ട് നിൽക്കുന്ന ഒരു മിശ്രിതം, കമ്പസ്റ്റിബിൾ മിക്സ്ചർ എന്ന് നമ്മൾ പറയും. അതായത് പെട്രോളും എയറും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ ഇതിനകത്ത് കൊണ്ടുവന്ന് കംപ്രസ് ചെയ്ത മിക്സ്ചർ തന്നെയാണ് ഈ കത്താൻ റെഡി ആയിട്ടിരിക്കുന്ന മിക്സ്ചർ. അപ്പൊ എന്താണ് അത്? എയർ ഫ്യൂവൽ മിക്സ്ചർ ആണ്. ഓക്കെ, പെട്രോളും എയറും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള സാധനം. ഇനി വേണ്ടത് കത്തിക്കാനുള്ള റെയ്ഡാണ്. ഇവിടെ നമുക്ക് കത്തിക്കാനായിട്ട് സ്പാർക്ക് പ്ലഗ് ഉണ്ട്, അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. പിന്നെ വേണ്ടത് ഇത് കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ടുള്ള ഒരു മാർഗമാണ്. അപ്പൊ അതും ഇവിടെ ഉറപ്പായിട്ടും സംജാതമാകും, കാരണം ഇത് ഹൈ പ്രഷറിലുള്ള ഒരു ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ നമുക്കത് കണ്ടിന്യൂ ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഇതിനകത്ത് എയർ ഫ്യൂവൽ മിക്സ്ചർ ഉണ്ട്, ഇവിടെ ഒരു സ്പാർക്ക് പ്ലഗ് ഉണ്ട്. നമ്മൾ പിസ്റ്റൺ കംപ്രസ് ചെയ്യുമ്പോൾ അതിന്റെ ടെമ്പറേച്ചറും പ്രഷറും കൂടും. അത് TDC എത്തുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ സ്പാർക്ക് കൊടുക്കും. ആ സ്പാർക്ക് കൊടുക്കുമ്പോൾ തന്നെ ഇവിടുന്ന് ഒരു ചെറിയ ഫ്ലെയിമിന്റെ ന്യൂക്ലിയസ് ഉണ്ടാവും. ഒരു ഫ്ലെയിമിന്റെ ന്യൂക്ലിയസ് ഉണ്ടാവും. ഈ ന്യൂക്ലിയസ് ആണ് പിന്നീട് ഫ്ലെയിം ആയിട്ട് മാറുന്നത്. അതിങ്ങനെ പതുക്കെ ഈ കമ്പസ്റ്റൻ ചേംബറിലേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യും. അപ്പൊ ഇതാണ് ഒരു നോർമൽ കമ്പസ്റ്റന്റെ രീതി. അതായത് ആദ്യമേ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫ്ലെയിം, ന്യൂക്ലിയസിന്റെ ഫ്ലെയിം പിന്നീട് കമ്പസ്റ്റൻ ചേംബർ മുഴുവനായി സ്പ്രെഡ് ആവും. ഓക്കെ, നമ്മളിപ്പോൾ ഇത് ടൈം എടുത്ത് പറയുന്ന പോലെ ഇത് സെക്കൻഡുകൾ കൊണ്ട് നടക്കുന്ന കാര്യമാണ്. എങ്കിൽ പോലും പല ഫോട്ടോഗ്രാഫ്സും വീഡിയോസും എല്ലാം അവൈലബിൾ ആണ്. ഈ ചെറിയ ടൈമിൽ നടക്കുന്ന വീഡിയോസ് എല്ലാം റെക്കോർഡ് ചെയ്തിട്ടാണ് ഇതിനെക്കുറിച്ച് പഠനങ്ങൾ നടന്നിരുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ഒരു SI എഞ്ചിന്റെ കമ്പസ്റ്റൻ ഫിനോമിന റിക്കാർഡോ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് ആദ്യം തുടങ്ങുന്ന ന്യൂക്ലിയസ് ആ കമ്പസ്റ്റൻ ചേംബർ മുഴുവൻ സ്പ്രെഡ് ആവും. ഇനി അദ്ദേഹം പറഞ്ഞ 3 സ്റ്റേജസ്, ഇതാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത്. SI എഞ്ചിന്റെ 3 സ്റ്റേജസ്. ഓക്കെ, ഒന്നാമത്തത് ഇഗ്നിഷൻ ലാഗ്. ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ഇഗ്നിഷൻ ലാഗ് ആണ്. രണ്ടാമത്തത് ഫ്ലെയിം പ്രൊപ്പഗേഷൻ. മൂന്നാമത്തത് ആഫ്റ്റർ ബേൺ. അപ്പൊ ഈ 3 ടേംസ് ഓർത്തിരിക്കുക. ഇത് എക്സാമിന് ചോദിക്കാറുള്ളത് എത്ര സ്റ്റേജസ് ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്, ഏതാണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് ചോദിച്ചിട്ടുണ്ട്, ഇനി എന്താണ് ഓരോന്നെന്ന് ചോദിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇഗ്നിഷൻ ലാഗ് ആണ്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. നമുക്കൊരു ഗ്രാഫിന്റെ സഹായത്തോടെ ഈ 3 സ്റ്റേജും എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതില് ഈ ഗ്രാഫിൽ Y ആക്സിസിൽ നമ്മൾ പ്രഷറും അതുപോലെ തന്നെ X ആക്സിസിൽ ക്രാങ്ക് ആംഗിളും പ്ലോട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങോട്ട് പ്രഷറും ഇങ്ങോട്ട് ക്രാങ്ക് ആംഗിളും. ഈ കാണിച്ചിരിക്കുന്നത്, ഈ നീല ലൈൻ കാണിച്ചിരിക്കുന്നത് ഒരു മോട്ടോറിംഗ് കർവാണ്. മോട്ടോറിംഗ് കർവ്. അതായത് ഇവിടെ കമ്പസ്റ്റൻ നടന്നില്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും പ്രഷർ റൈസ്. നോക്കുക, ഈ സിലിണ്ടറിനകത്ത് കത്തിക്കാൻ അല്ലെ കത്താൻ ഉള്ളതൊന്നുമില്ല എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ കത്തൽ സ്പാർക്ക് അല്ലെങ്കിൽ ഇഗ്നീഷൻ നടന്നിട്ടില്ല എന്ന് വിചാരിക്കുക. അങ്ങനെ ആവുമ്പോൾ അവിടെയുള്ള പ്രഷർ റൈസ് ആണ് ഈ കർവ് കൊണ്ട് നമ്മൾ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, കമ്പസ്റ്റൻ നടന്നാലുള്ള പ്രഷർ റൈസ് ആണ് ഈ കർവ് കൊണ്ട് നമ്മൾ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന് നമ്മൾ കമ്പസ്റ്റൻ കർവ് എന്ന് പറയും. അപ്പൊ നോക്കിയതാ ഈ പോയിന്റ് വരെ ഇത് രണ്ടും ഒരു കോമൺ ലൈൻ ആണ്. അപ്പൊ ഇവിടുന്ന് പ്രഷർ ഇങ്ങനെ കൂടി വരും. ഈ പോയിന്റ് നമ്മൾ സ്പാർക്ക് കൊടുത്തു. ഈ സ്പാർക്ക് കൊടുത്തതിന് ശേഷവും പ്രഷറിൽ പെട്ടെന്നൊരു വേരിയേഷൻ വന്നിട്ടില്ല. അതായത് സ്പാർക്ക് കൊടുത്ത ഉടനെ ഫ്ലെയിം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഫ്ലെയിം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഈ പ്രഷർ ഇവിടുന്ന് കൂടി വരുന്നത്. അപ്പൊ ഇത്രയും പോർഷൻ, അതായത് സ്പാർക്ക് കൊടുത്തതിന് ശേഷം ഫ്ലെയിം തുടങ്ങാനായിട്ട് എടുക്കുന്ന ആ ഒരു ഡിലേക്കാണ് നമ്മൾ ഇഗ്നിഷൻ ലാഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ മോട്ടോറിംഗ് കർവിൽ നിന്നും കമ്പസ്റ്റൻ കർവ് സെപ്പറേറ്റഡ് ആവുന്ന പോയിന്റിനാണ് നമ്മൾ
ഇഗ്നിഷൻ ലാഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന് ഇഗ്നിഷൻ ഡിലേ എന്നും പറയാറുണ്ട്. ഓക്കെ, കണക്ക് പ്രകാരം 0.015 സെക്കൻഡ് മുതൽ 0.002 സെക്കൻഡ്സ് വരെയാണ് ഇഗ്നിഷൻ ലാഗ്. നോക്കുക, ഇവിടെ ഇത്ര മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു ടൈമാണ് ഇഗ്നിഷൻ ലാഗ് എന്നുള്ളത്. ഓക്കെ, ആ ലാഗ് എന്ന് പറയുന്നത് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? സ്പാർക്ക് കൊടുത്തതിന് ശേഷം എത്ര നേരം കഴിഞ്ഞിട്ടാണ് ഫ്ലെയിം സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പൊ ഇതാണ് ഫസ്റ്റ് ഫേസ്, അദ്ദേഹം പറയുന്ന ഫസ്റ്റ് ഫേസ് ഇതാണ് ഇഗ്നിഷൻ ലാഗ്. ഓക്കെ, ഇനി രണ്ടാമത്തത് ഫ്ലെയിം പ്രൊപ്പഗേഷൻ, അതായത് ഒരു ഫ്ലെയിം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കമ്പഷൻ ചേമ്പറിലേക്ക് പടരാനായിട്ട് ഉള്ളതാണ് രണ്ടാമത്തെ സ്റ്റേജ്. അവിടെയാണ് മാക്സിമം പ്രഷർ അറ്റൈൻ ചെയ്യുന്നത്. ഈ കാണിച്ചിരിക്കുന്നതാണ് മാക്സിമം പ്രഷർ അറ്റൈൻ ചെയ്യുന്നത്. അത് കമ്പസ്റ്റിനെക്കാളും ഒത്തിരി മുകളിലാണ്. അപ്പൊ ഇത് കമ്പസ്റ്റൻ പ്രഷർ കൊണ്ടുണ്ടാകുന്ന റൈസ് ആണ്. അപ്പൊ ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഫേസ്, അതാണ് നമ്മൾ അടുത്ത പോയിന്റ് ആയിട്ട് മാർക്ക് ചെയ്യുന്നത്. അതാണ് രണ്ടാമത്തെ ഫേസ്, ഫ്ലെയിം പ്രൊപ്പഗേഷൻ ഫേസ്. ഇനി മൂന്നാമത്തെ നോക്കാം, ആഫ്റ്റർ ബേണിംഗ്. അതായത് പീക്ക് പ്രഷർ അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാലും കുറച്ച് കമ്പസ്റ്റൻ, അതായത് കുറച്ച് കത്താനുള്ള മിക്സ്ചർ അവിടെ കത്തുന്നുണ്ടാവും, അങ്ങനെ കുറച്ച് ഹീറ്റ് അവിടെ പ്രൊഡ്യൂസ് ആവുന്നുണ്ടാവും. പക്ഷെ അതൊന്നും നമ്മുടെ പീക്ക് പ്രഷറിലേക്ക് എത്തുന്നില്ല, എങ്കിൽ പോലും കമ്പസ്റ്റൻ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് കമ്പസ്റ്റന്റെ ഒരു ഭാഗമായിട്ട് പറയും. ആ ഫേസിനെ നമ്മൾ ആഫ്റ്റർ ബേണിംഗ് എന്നും പറയും. ഇതാണ് ഒരു SI എഞ്ചിന്റെ 3 കമ്പസ്റ്റൻ സ്റ്റേജസ്. ഒന്നാമത്തത് ഇഗ്നിഷൻ ലാഗ്. അതെന്താണെന്ന് നമ്മൾ പറഞ്ഞു, ഒരു ചെറിയ ടൈം പീരീഡ് ആണ്. അതായത് സ്പാർക്ക് കൊടുക്കുന്നതും ഫ്ലെയിം സ്റ്റാർട്ട് ചെയ്യുന്നതും തമ്മിലുള്ള ടൈം ഡിലേ ആണ് ഇഗ്നിഷൻ ലാഗ്. അത് കഴിഞ്ഞുള്ള രണ്ടാമത്തെ ഫേസ് അതാണ് ഫ്ലെയിം പ്രൊപ്പഗേഷൻ, അതായത് ഫ്ലെയിം സ്റ്റാർട്ട് ചെയ്തിട്ട് പീക്ക് പ്രഷർ എത്തുന്നത് വരെ. അതിനുശേഷമുള്ള ഫേസിനെ നമ്മൾ ആഫ്റ്റർ ബേണിംഗ് എന്നും പറയും. ഇതാണ് ഒരു SI എഞ്ചിന്റെ കമ്പസ്റ്റൻ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ഒരു CI എഞ്ചിന്റെ, അതായത് ഡീസൽ എഞ്ചിന്റെ കമ്പസ്റ്റനുമായിട്ട് കാണാം. താങ്ക് യു.